പി കെ സനോജ് ചെറികൺ. സനോജ്, വളരെ ഗുരുതരമായ ഒരു ആരോപണം PV അൻവർ MLA ആരോപിച്ചിരിക്കുന്നു നിയമസഭയിൽ. 150 കോടി രൂപ കർണാടക IT ലോബിക്ക് വേണ്ടി 150 കോടി രൂപ 3 ഘട്ടമായി VD സതീശൻ വാങ്ങി. അതിന് ഇടനിലക്കാരനായി നിന്നത് ACC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. ഒരുപക്ഷെ കേരളം ഞെട്ടിത്തരിക്കുന്ന, കേരള ജനതയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കേരള ജനതയ്ക്കോട് താല്പര്യമില്ലാത്ത തരത്തിലുള്ള പ്രതിപക്ഷമാണ് എന്ന് പല ഘട്ടങ്ങളിലും ആരോപണം ഉയർന്നിരുന്നു. അത് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന തരത്തിലേക്കാണ്. കാരണം കേരളയിൽ എന്ന് പറയുന്ന പദ്ധതി വന്നപ്പോൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയ കോലാഹലങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ആരോപണം വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ ആരോപണം വലിയ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടതല്ലേ? അതീവ ഗൗരവതരമായ ഞെട്ടിപ്പിക്കുന്ന ഒരു ആരോപണമാണ് ബഹുമാനപ്പെട്ട MLA PV അൻവർ ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ കേരളയിൽ വിരുദ്ധ സമരം സംബന്ധിച്ച് കേരളത്തിൽ നേരത്തെ തന്നെ സംശയം ഉയർന്നിരുന്നു. ഞങ്ങൾ അന്നേ പറഞ്ഞ യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്, കേരളത്തിന് നിഷേധിക്കപ്പെടുമ്പോൾ കേരളത്തിന്റെ തൊഴിലവസരങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നം സംബന്ധിച്ച് ഞങ്ങൾ അന്നേ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഇവിടെ ഒരു കാര്യം നോക്കി, ഇപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള സിൽവർ ലൈൻ പാതയാവാം. ലോകത്താകെ വികസന കുതിപ്പിന് കരുത്ത് പകരുന്നത് ഈ അതിവേഗ പാതയും എല്ലാമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ലോകമാകെ വലിയ നിലയിൽ വേഗത കൈവരിക്കുമ്പോൾ കേരളം മെല്ലെ പോയാൽ മതി, ആർക്കാണ് ഇത്ര ധൃതി എന്ന ചോദ്യമാണ് ഇവിടെ ഉയർത്തിയത്. ഇത് നേരത്തെ തന്നെ സംശയത്തിനിട നൽകിയ കാര്യമാണ്. ഇപ്പൊ കോൺഗ്രസ് തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിലപാട് മാറ്റമാണ്. BJPക്ക് ഇന്ത്യയിലെ വിവിധ മറ്റു സംസ്ഥാനങ്ങളുടെ നിലപാട് മാറ്റമാണ്. അപ്പൊ കേരളത്തിൽ ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് എന്ന് കുറെ കാലമായി കേരളം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കേരളത്തിന്റെ മൊത്തം വികസനം മുടക്കുക എന്നതോടൊപ്പം സാമ്പത്തികമായി കൂടി നേട്ടമുണ്ടാക്കുക എന്നതാണ് ഇപ്പോ ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിന്റെ മറ്റൊരു ഗൗരവമായ കാര്യം. അപ്പൊ യഥാർത്ഥത്തിൽ VD സതീശൻ കളിച്ചിട്ടുള്ള ഈ കളി കേരളത്തിൽ കൂടുതൽ തെളിവുകളുമായി പുറത്തു വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അതിശക്തമായ പ്രതിഷേധം DYFI ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. സനോജ്, വളരെ ഗുരുതരമായ മറ്റൊരു കാര്യം, കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ പുറത്തുനിന്ന് ഫണ്ടിംഗ് ഉണ്ട് എന്നുള്ളത് വലിയൊരു ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ ഏത് വികസനം വന്നാലും അതിന് തുരങ്കം വയ്ക്കുക, അതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ ലോബികൾ പ്രവർത്തിക്കുന്നു. അതിന് ഇടനിലക്കാരനാകുന്നത് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അതിനുവേണ്ടി കോഴ വാങ്ങുന്നത് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വളരെ നീണ്ട ആസൂത്രണത്തിൻ്റെയും സംസ്ഥാനത്തെ ഏത് തരത്തിലും തകർക്കാൻ ശ്രമിക്കുക എന്നുള്ള തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ മൂന്ന് പേർ, അതായത് KC വേണുഗോപാൽ, ഒപ്പം തന്നെ VD സതീശൻ, ലോബി, ഈ മൂന്ന് പേരും ചേർന്നുകൊണ്ട് സംസ്ഥാനത്ത് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും സംസ്ഥാനത്ത് നടത്താൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആ തരത്തിൽ തന്നെ ഒരുപക്ഷെ വലിയ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയല്ലേ? അതെ, ഇതിന്റെ കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1957 ഗവൺമെന്റ് അട്ടിമറിച്ച ചരിത്രം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ 57 ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നതിന്റെ തെളിവ് പിന്നീട് പുറത്തു വന്നു. നമുക്ക് ആർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. ആ കാലത്തെ അമേരിക്കൻ അംബാസഡർ ആയിട്ടുള്ള പാട്രിക് മൊയ്നിഹാൻ പിന്നീട് എഴുതിയിട്ടുള്ള ദ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്ന പുസ്തകം നമ്മൾ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്കയുടെ CIA ഫണ്ട് ഒഴുക്കിയ ചരിത്രം. അതുപോലെ കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ വേണ്ടി, കേരളത്തെ തകർക്കാൻ വേണ്ടി വിദേശ ഫണ്ട് ഉൾപ്പെടെ, കോർപ്പറേറ്റുകളുടെ ഫണ്ട് ഉൾപ്പെടെ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് ഇപ്പോ പുറത്തു വരുന്നത്. അത് അതീവ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ കോൺഗ്രസ് എല്ലാ കാലത്തും ഇത് തന്നെയാണ് സ്വീകരിച്ചത്. അപ്പൊ ഇതിനകത്ത് ചില മാധ്യമങ്ങളും നേരത്തെ വിമോചന സമരത്തെ കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ എങ്ങനെയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ സഹായിച്ചത്, അതുപോലെ ഈ കേരളയിലെ അട്ടിമറിക്കാൻ വേണ്ടി വിവിധ മാധ്യമങ്ങളും പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് കാണാതിരുന്നുകൂടാ. അപ്പൊ ഇവരെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂറുമുന്നണി ഇത് കേരളത്തിൽ നേരത്തെ ചർച്ചയായിട്ടുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം പങ്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ വളരെ കൃത്യമായിട്ടും VD സതീശനും ഈ KC വേണുഗോപാലും ഈ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതൃത്വം നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഒരു സാമാന്യ യുക്തിയിൽ ചിന്തിക്കുന്ന ആൾക്ക് അറിയാലോ, ലോകമാകെ മാറുകയാണ്, ലോകമാകെ വേഗത കൈവരിക്കുന്നു. പക്ഷെ കേരളത്തിൽ ഇത് പാടില്ല. പ്രത്യേകിച്ച് ഇത്രയേറെ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത്
കേരളത്തിൽ ഇത്ര നിലവിലുള്ള റെയിൽവേ സംവിധാനം ഇത്രയേറെ വളവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ ഏറ്റവും പരിസ്ഥിതിക്ക് യോജിച്ച ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു പദ്ധതി വളരെ മാതൃകാപരമായി ഇവിടെ അവതരിപ്പിച്ച നിലയുണ്ടായി. ആ അവതരിപ്പിച്ചതിനെ കേരളമാകെ സ്വീകരിക്കുന്നു എന്ന നില വന്നപ്പോഴാണല്ലോ മറ്റ് പല വിധത്തിലുള്ള പ്രചരണവും നടത്തിയിട്ട് ഇതിനെ തകർക്കാൻ വേണ്ടി ഈ സംഘം മുന്നോട്ട് വന്നത്. അന്ന് തന്നെ കേരളത്തിലെ വിവിധ ആളുകൾക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. ഇത് ആ സംശയം ശരിയാണ് എന്ന് ഇതിന് പിന്നുള്ള കൃത്യമായ കേരളയിൽ വിരുദ്ധ സമരത്തിന്റെ താല്പര്യം എന്തായിരുന്നു എന്നാണ് ഇപ്പോ ബോധ്യപ്പെട്ടുള്ളത്. ഇത് കേരളീയ സമൂഹം ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല. ഇത്തരം കേരള വിരുദ്ധന്മാരെ നമ്മുടെ രാജ്യത്തിന് തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന ഇത്തരം ആളുകളെ കേരളീയ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ കളിയിൽപ്പെടുത്തിയിട്ട് അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല. കേരളീയ ജനത ഒന്നടങ്കം ഈ ഇത്തരം നീച്ചൻ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. സനോജ് പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. കാരണം നിലവിൽ നേരത്തെ പറഞ്ഞത് 3 കൂട്ടരാണ്. അതിൽ ഒന്ന് ഈ പറയുന്ന കർണാടകയിലെ IT ലോബി കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നു. രണ്ടാമത് ഇടനിലക്കാരനായി നിന്ന കോൺഗ്രസ് പാർട്ടിയുടെ ACC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാൽ. മൂന്നാമത് പണം വാങ്ങിയ ഇവിടെ അതിനു വേണ്ടിയിട്ട് കളമൊരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞ VD സതീശൻ. ഒപ്പം തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തരത്തിലുള്ള പ്രചാരണമാണ് കേരളത്തിനെതിരെ കൊണ്ടുവരികയും ചെയ്തു. ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ്, ഒരു ആസൂത്രണം ഒരു മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഈ മാധ്യമങ്ങൾക്കും കൂടി പങ്കുണ്ട് എന്നുള്ള ഒരു ധ്വനി കൂടി നമുക്ക് ഇല്ലേ? തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ തുടർ ഭരണം എന്നത് ഇവിടെ പലരെയും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ തുടർഭരണം എന്ന് പറയുന്നത് ഒരു കൃത്യമായ ബദൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസനത്തിന് ഒരു ബദൽ മുന്നോട്ട് വെച്ച ഭരണമായിരുന്നല്ലോ. ആ നിലയിലായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് കോർപ്പറേറ്റ് ശക്തികൾക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് ഈ കേരളം കേന്ദ്രീകരിച്ച് അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന ബിസിനസിന്റെ അവരുടെ ലാഭത്തിന്റെ അതെല്ലാം ഇവിടെ പൊതുമേഖല ശക്തിപ്പെടുന്നതോടുകൂടി, പ്രത്യേകിച്ച് K-ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുന്നതോടുകൂടി അവർക്ക് വലിയ നഷ്ടമുണ്ടാവുന്നതെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് കേരളത്തിന്റെ വികസനം മുടക്കിയാൽ മാത്രമേ, കേരളത്തിന്റെ വികസനം മുടക്കാൻ ഇത്തരം പാർട്ടികൾക്ക് പണം കൊടുത്താൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുണ്ടാവുമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാലോ. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ കൂട്ടുനിൽക്കുന്നത്. പക്ഷെ ഇത്തരം കോർപ്പറേറ്റുകളുടെ പണക്കെട്ട് കാണുമ്പോൾ ഇങ്ങനെ കമിഴ്ന്നടിച്ച് വീഴുന്നവരായിട്ട് ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം മാറുന്നു എന്നത് എത്ര അപമാനകരമാണ്. ജനങ്ങളോട് ഇവരെന്ത് മറുപടി പറയും? ഇങ്ങനെ നാളെ നിങ്ങൾ ഇപ്പം ചില ആളുകൾ നടത്തുന്ന പ്രചരണമുണ്ടല്ലോ, കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം പുറത്തേക്ക് പോകുന്നു, കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് ശേഷം പുറത്തേക്ക് പോകുന്നു, ഇവിടെ വികസനമൊന്നും നടക്കുന്നില്ല എന്ന് ഒരു ഭാഗത്ത് പ്രചരണം നടത്തുന്നു. എന്നാൽ കേരളത്തിലെ ഈ അഭ്യസ്തവിദ്യരായ ആളുകളെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിലാണ് KDISC പദ്ധതികൾ തയ്യാറാക്കുന്നത്, സംസ്ഥാന ഗവൺമെന്റ് നോളജ് എക്കണോമി മിഷൻ സ്ഥാപിച്ച് പദ്ധതികൾ തയ്യാറാക്കുന്നത്, അവരുടെ തൊഴിൽ നൈപുണ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് പരിശീലനം കൊടുക്കുന്നത്. അപ്പോ കേരളം ഒരു വൈജ്ഞാനിക സമരവ്യവസ്ഥയിലേക്ക് കുതിക്കുന്നു. ഈ കുതിപ്പിനെ വേഗത പകരാൻ വേണ്ടിയിട്ട് കേരളയിലും അതുപോലെ തന്നെ K-ഫോണും ഹൈവേ വികസനവും എല്ലാം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ നോക്ക്, ഹൈവേ വികസനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് BJP-യുമായി ചേർന്ന് സമരം നടത്തിയ അനുഭവമല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ആർക്കാണ് അതുകൊണ്ട് നേട്ടമുണ്ടായത്? യഥാർത്ഥത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേയുടെ പണി ഇപ്പൊ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ഈ കോൺഗ്രസ് നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടല്ലേ ആ ഹൈവേ പണി ഇപ്പോഴും പൂർത്തീകരിക്കാതെ ആ നിലയിലേക്ക് വൈകിയത്? ആരാ ഇതിന് ഉത്തരവാദി? BJP-യും കോൺഗ്രസുമാണ് ഉത്തരവാദി. അവര് ഇവിടെയുള്ള മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചു. ഇപ്പൊ ഇതേ മാധ്യമങ്ങൾ തന്നെ കർണാടകയിൽ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഇത് അതിവേഗ പാത, എന്തൊരു മനോഹരമായ പാത എന്ന് പറഞ്ഞിട്ട് വലിയ ആവേശം കൊള്ളുകയല്ലേ. കേരളത്തിലെ ഈ വികസനം മുടക്കിയിട്ട് കേരളത്തിലെ പത്രങ്ങളിൽ തന്നെ മൈസൂരിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന ഈ അതിമനോഹരമായ പാതയുടെ ബഹുഭരണ ചിത്രമല്ലേ ഇവിടെ കൊടുക്കുന്നത്? ആരെയും ഇവർ പറ്റിക്കുന്നത്? അപ്പൊ ഇത് കേരളത്തിൽ ഒരു കാരണവശാലും നമുക്ക് ഇത് അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് കേരളം ഒരു വൈജ്ഞാനിക സമരവ്യവസ്ഥയിലേക്ക് കുതിക്കുമ്പോൾ കേരളത്തിന്റെ ഈ കുതിപ്പിന് കരുത്ത് പകരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കേരളയിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അപ്പോ ഞങ്ങൾ പറഞ്ഞത് എത്രമാത്രം ശരിയായിരുന്നു എന്ന് കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെടാൻ ഒരു അവസരമായിട്ട് ഇത്തരം ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകളൊക്കെ ആളുകൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഇത് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഈ കേരളയിൽ വിരുദ്ധ സമരത്തിന്റെ കൂടെ അണിനിരന്ന കോൺഗ്രസിലെ തന്നെ പുതിയ തലമുറ അവർ മാറ്റി ചിന്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ശരി, വളരെ നന്ദി VK സനോജ് ഈ സമയം പ്രതികരിച്ചത്.